നമസ്തേ എവരി വൺ. നെഗോസിയേഷൻ സ്കിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗെയിനിങ് അല്ല, അത് വിലപേശലല്ല, ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ്. നമുക്കിതിനെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബുക്കുകളുണ്ട്. ഈ നെഗോസിയേഷൻ്റെ മാത്രം കോഴ്സുകളുണ്ട്, ഗ്ലോബലി കോഴ്സുകൾ. നെഗോസിയേഷൻ പ്രൊഫഷണൽസ് ഉണ്ട്, നമ്മൾ ഫീസ് കൊടുത്താൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ. ഞാനിതിന് കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബുക്കുകളെന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് യെസ്, നെഗോഷിയേറ്റിംഗ് വിത്തൗട്ട് ഗിവിങ് ഇൻ, റോജർ ഫിഷറിൻ്റെ ഒരു ബുക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. അപ്പോൾ നെഗോഷിയേഷൻ സെപ്പറേറ്റിംഗ് പീപ്പിൾ ഫ്രം പ്രോബ്ലം, ഫോക്കസിങ് ഓൺ ഇൻട്രസ്റ്റ്, ഇൻവെൻറ്റിംഗ് ഓപ്ഷൻസ് ഫോർ മ്യൂച്വൽ ഗെയിൻ ആൻഡ് ഇൻസിസ്റ്റിംഗ് യൂസിങ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. നല്ല ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് നെഗോഷിയേഷൻ ജീനിയസ്, ഹൗ ടു ബി എ മാസ്റ്റർ നെഗോഷിയേറ്റർ, ദീപക് മൽഹോത്രയുടെ ഒരു ബുക്കാണത്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് നെഗോസിയേഷൻ, മൈക്കിൾ വീലറിൻ്റെ ഒരു ബുക്കാണ്. ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പഠനങ്ങളുണ്ട്, നെഗോഷിയേഷനെ കുറിച്ച്. ആർട്ടിക്കിൾസും ഉണ്ട്, എങ്ങോട്ടാണ് നമുക്ക് നെഗോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ആപ്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ്. അപ്പോൾ അവിടെ നെവർ സ്പ്ലിറ്റ് ഡിഫറൻസസ് ബൈ ക്രിസ് ഫോസ്. അപ്പോൾ ഒരു ഫോർമർ FBI ഹോസ്റ്റേജ് നെഗോഷിയേറ്ററാണ് അവിടെ പോലും. അപ്പോൾ എന്ത് ടാക്റ്റിക്സാണ് ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 10 എസെൻഷ്യൽ നെഗോസിയേഷൻ സ്കിൽസ്, അപ്പോൾ ബെറ്ററപ്പിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഒരുപാട് നെഗോസിയേഷൻ നമുക്ക് മെറ്റീരിയൽസ് ഇതിനെക്കുറിച്ച് കിട്ടാനുണ്ട്. അപ്പോൾ ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനകത്ത് നെഗോഷിയേഷനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് റാപ്പോ ബിൽഡിങ്, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നിന്ന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. ആൻഡ് ഹൗ ടു ഇംപ്രൂവ് യുവർ നെഗോസിയേഷൻ സ്കിൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. ഇപ്പം പഠനങ്ങൾ പറയുന്നത് ഈ 85% സീനിയർ എക്സിക്യൂട്ടീവ്സും വിശ്വസിക്കുന്നത് ഈ സ്ട്രോങ് നെഗോഷിയേഷൻ സ്കിൽസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കരിയറിൽ വിജയിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇത് ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിനകത്ത് വന്നൊരു അഭിപ്രായമാണ്. മറ്റൊരു പഠനം പറയുന്നത് ആവറേജ് അമേരിക്കൻസ് ഒരു വർഷം $5000 പൂവർ നെഗോഷിയേഷൻ കൊണ്ട് നഷ്ടം വരുന്നു എന്നുള്ളതാണ് ആവറേജ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? പിന്നെ ഇപ്പോൾ കമ്പനികളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പല ആൾക്കാർക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 200% ഒക്കെ നമുക്ക് ഡിഫറൻസ് വരാമായിരുന്നു പ്രോപ്പർലി നമ്മൾ നെഗോസിയേഷൻ പഠിച്ചിരുന്നെങ്കിൽ. അപ്പോൾ വേറൊരു കാര്യം അതിനെക്കുറിച്ച് പറയുന്നത്, ഗ്ലോബലി പറയുമ്പോഴത്തേക്ക് വുമൺ ആർ പെയ്ഡ് 8% ലെസ് ദാൻ മെൻ, ഒരേ ജോലിക്ക് പോലും. കാരണം അവർ വേണ്ട വിധത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഫോർ വിമൻ അതിനകത്ത് വന്നൊരു ഇതാണ്. അപ്പോൾ ഇഫക്റ്റീവ് നെഗോസിയേഷൻ വിമൻ്റെ ഭാഗത്തും വേണമെന്ന് കാണിക്കുന്നതാണ്. ഇനി നമ്മൾ നെഗോസിയേഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് ഏത് നെഗോസിയേഷനും പോകാവും. ക്ലിയർ ആയിട്ട് നമ്മുടെ ഗോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഡിസൈഡ് ഔട്ട്കം, നമുക്ക് എന്ത് റിസൾട്ട് ഉണ്ടാകണം, നമുക്ക് അതിൽ നിന്ന് എന്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്ത് രണ്ട് പാർട്ടിക്കും വിൻ വിൻ ആയിട്ട് എന്താണ് വരുന്നത്, അതിന് നമുക്ക് കൺസെഷൻ എഴുതി കിട്ടുമോ, അങ്ങോട്ട് കൺസെഷൻ കൊടുക്കുകയോ ചെയ്യുക, ട്രേഡ് ഓഫിന് വേണ്ടിയിട്ടുള്ള സാധ്യത എന്തുമാണ്, എന്തെങ്കിലും പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു പൊസിഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നെഗോസിയേഷൻ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ആയിട്ടിരിക്കരുത്, വളരെ ഓപ്പണായിട്ട്, വളരെ നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് വളരെ സ്മാർട്ടായിട്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ എപ്പോഴും എപ്പോഴും പ്രൈസ് പറയുന്നതിന് മുമ്പ് ഒരു ഗോൾഡൻ റൂൾ ഉള്ളത്,
ഈ വാല്യൂ എന്താണെന്ന് ബോധിപ്പിച്ചിട്ട് മാത്രമേ പ്രൈസ് പറയാവൂ. ആദ്യമേ പ്രൈസ് പറയരുതെന്നുള്ളതാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു രത്നമാണ്, ആ രത്നത്തിന് എന്ത് വിലയുണ്ടെന്നുള്ളത് ബോധിപ്പിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ പ്രൈസ് പറയാവൂ. നമ്മൾ ജോലിക്കുള്ള നെഗോസിയേഷനാണെങ്കിൽ എനിക്ക് എന്ത് നേടിത്തരാൻ പറ്റും ആ കമ്പനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പറയാവൂ. പിന്നെ നമുക്ക് എപ്പോഴും വേണ്ടപ്പെട്ട റെക്കോർഡ്സുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മുടെ ഒരു എവിഡൻസ് വേണം നെഗോസിയേഷൻ സമയത്ത്. പിന്നെ നമ്മൾ പല കാര്യങ്ങളും പറയാൻ പോകുന്നത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് സർവീസ് പ്രൊവൈഡറുമായിട്ട് കിട്ടേണ്ട ഇൻഫർമേഷനോ മൈനർ ഡിസ്പ്യൂട്ടുള്ള കാര്യം അതിൻ്റെ എല്ലാ എവിഡൻസസ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. പിന്നെ നമുക്ക് ഈ റിജക്ഷൻ്റെ ഒരു ഫിയർ നമുക്ക് ഉണ്ടാവും. പക്ഷേ ആ ഫിയർ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക്, അത് വന്നാലും ഒരു പ്രശ്നമില്ല, ശകലം പോലും ഫിയർ ഇല്ലാതിരുന്ന് വേണം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്. ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം, ഷാർപ്പൺ യുവർ ലിസണിങ് സ്കിൽസ്. അപ്പോൾ വളരെ ഇതായിട്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ഭംഗിയായിട്ട് അതിന് മാക്സിമൈസ് ചെയ്ത് രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം പറയാനായിട്ട്. പിന്നെ നമ്മളൊരു അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇഫക്റ്റീവ് നെഗോസിയേഷന് നമുക്ക് എപ്പോഴും നമ്മൾ ഈ വ്യക്തിയെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ കണ്ടൻറ്റ് അത് പ്രത്യേകമായിട്ട് എടുക്കണം, വളരെ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്റ്റീവായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റണം. ഇതാണ് നേട്ടം, ഇതാണ് മോശം. പിന്നെ നമ്മൾ ഈ ബൈ ചെയ്യാൻ പോകുന്ന സാധനമൊന്നും ഒരിക്കലും അത് മോശമാണെന്ന് പറയരുത്. നമ്മൾ അവരെ ഒരു ഡിഫെൻസീവ്, ഇപ്പോൾ സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും സ്ഥലം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങരുത്. ഇറ്റ്സ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്, പക്ഷേ ദിസ് ഈസ് എ പ്രൈസ്. പിന്നെ നമുക്ക് പക്ഷേ ഇവരെന്തെല്ലാം ഓഫർ തന്നാലും നമ്മൾ അവിടെ ഒരു കൾട്ടിവേറ്റ് സ്കെപ്റ്റിസിസം, നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സ്കെപ്റ്റിസിസം വേണം. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ഓൾവേസ് റൂം ഫോർ നെഗോസിയേഷൻ. എന്നിട്ട് നമ്മൾ അതിന് സമാനമായ വിലകളും ഒക്കെ നമ്മൾ ബാക്കി ഓൾട്ടർനേറ്റീവായിട്ട് തരാൻ പറ്റിയവരുടെ എന്താണ്, അവരെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നുള്ളത് നമ്മൾ ചെസ്സ് കളിക്കുന്ന പോലെ കണ്ടുകൊണ്ട് വേണം. അപ്പോൾ എന്നിട്ട് നമ്മൾ വേണം ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചിലായിരിക്കണം, വളരെ നമ്മൾ പേഷ്യൻസോട് കൂടി വേണം. അപ്പോൾ അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വേണം, വളരെ കാമായിട്ടിരുന്നുകൊണ്ട് എത്ര ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നാലും വളരെ കാമായിട്ട് ഇമോഷണലി നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം. ഇറാഷണൽ ആയിട്ടുള്ള തിങ്കിങ് ഒന്നും എൻ്റർടൈൻ ചെയ്യരുത്. പിന്നെ പലപ്പോഴും നമുക്ക് പെർസ്വേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പെർസ്വേഷൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എംപ്ലോയി കോമ്പിനേഷൻ ഓഫ് ലോജിക്, ഡാറ്റ ആൻഡ് ഇമോഷൻസ് നമുക്ക് പെർസ്വേഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കൺഫേം എഗ്രിമെൻറ്റ് അവർ അംഗീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം നമുക്ക്. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളത് നമുക്ക് അതും വീണ്ടും ഉറപ്പ് വരുത്താം. പിന്നെ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ അവർ നെഗോഷിയേറ്റിംഗ് സ്ട്രാറ്റജി, പിന്നെ ഡെവലപ്പിംഗ് എ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി. ഇപ്പം നോൺ നെഗോഷ്യബിൾ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ പിന്നെ 1 കോടി രൂപയ്ക്ക് വിൽക്കാനായിട്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് അതിന് 2 കോടി അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒഫെൻസീവ് ആകേണ്ട കാര്യമൊന്നുമില്ല, ചിരിച്ചുകൊണ്ടിരുന്ന് പറയാം. അപ്പം നമ്മൾ വീണ്ടും ചോദിച്ചു വാട്ട് ഈസ് യുവർ ലാസ്റ്റ് പ്രൈസ്? അവർ പറഞ്ഞ് 2 crores. അപ്പം നമുക്കവിടെ പറയുമ്പം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് ഈസ് യുവർ പ്രൈസ്? അപ്പം നമുക്ക് പറയാം ഞാനിതിൻ്റെ പ്രൈസ് വാല്യൂറെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ വാല്യൂർ എനിക്കൊരു പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഒരു സസ്പെൻസിൽ നിർത്തിയിട്ട് ഫൈനലി എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് 1 കോടിക്ക് അയാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും, അയാൾ പറഞ്ഞിരിക്കുന്നത് 2 crores ആണ്. അപ്പോൾ അയാൾ വളരെ മനഃപൂർവ്വം ഇൻഫ്ലേറ്റഡ് പ്രൈസ് കൊടുക്കുകയാണ്. അപ്പം നമ്മളപ്പോൾ ഈ 2 crores പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 1.5 കോടി 1.25 നമ്മൾ പറയും, നമ്മൾ പെട്ടുപോകുമല്ലോ എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ 1 crore ആണ് അതിൻ്റെ ജെന്യുവിൻ പ്രൈസ്. അപ്പോൾ അവരങ്ങനെ 2 crores പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ചെയ്തേക്കുന്ന പ്രൈസ് 50 lakhs ആണ്. 50 lakhs, യെസ് 50 lakhs ആണ്, അതൊരു പ്രൈസ് അല്ലേ. അത് കഴിഞ്ഞ് അവർ വീണ്ടും വർത്തമാനം പറയാനായിട്ട് വീണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ, റിജക്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ വരുമെന്നുള്ളതാണ്. അവർ ഈ അവസാനം 1 crore അവർ വരും. അപ്പോൾ അതൊക്കെ ബോഡി ലാംഗ്വേജാണ്.
എപ്പോഴും ഫോക്കസ് ഓൺ വിൻ വിൻ. നമ്മുടെ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് 3 പ്രാവശ്യം പ്രൈസ് പറയുക എന്നുള്ളതാണ്. 3 പ്രാവശ്യം ഒരേ ഇത് പ്രൈസ് തന്നെ പറഞ്ഞിട്ടും ക്ലയൻറ്റ് എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പം ക്ലയൻറ്റ് വീണ്ടും സംസാരിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് വരും. നമ്മളവിടെ അചഞ്ചലമായിട്ട് അവിടെ ഇരിക്കുക എന്നുള്ള റീസൺസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വാല്യൂർ പോയി കണ്ട് വാല്യൂർ എനിക്ക് എഴുതി തന്നേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ പവർ ഡൈനാമിക്സ്. നമുക്ക് എവിടെ നിന്നാണ് ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി നമുക്കുണ്ടാവണം ഇത് ശരിയായില്ലെങ്കിൽ. പിന്നെ നമുക്ക് ആദ്യം ഇരിക്കുമ്പോൾ തന്നെ എസ്റ്റാബ്ലിഷ് ആ റാപ്പോ, അവരുമായിട്ടൊരു അടുപ്പം. അപ്പോൾ അവരുടെ ബിലീവ് സിസ്റ്റവും നമ്മുടെ ബിലീവ് സിസ്റ്റവും തങ്ങളിൽ ബോഡിയും സ്വരവും സൗണ്ടും എല്ലാമായിട്ട് ചേരുക എന്നുള്ളതാണ്. അത് ഞാൻ റാപ്പോ പ്രത്യേകമായിട്ട് മറ്റൊരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വിഷ്വലൈസ് നെഗോസിയേഷൻ സക്സസ്. തലേ ദിവസം മുതലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വിജയിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് തന്നെ, നമ്മളത് ക്ലോസ് ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് തന്നെ. ഇനി ബി പ്രോ ആക്റ്റീവ്. നമ്മൾ അവരിന്നതുപോലെ പോകാൻ പോകുന്നു, ഇനിഷ്യേറ്റീവ് നെഗോസിയേഷൻസ്. നമ്മൾ റിയാക്റ്റീവ് അല്ല, വളരെ പ്രോ ആക്റ്റീവ് ആയിട്ട് തന്നെ അത് ചെയ്യാം. ബി റെസ്പെക്റ്റ്ഫുൾ. നമ്മൾ വില 50 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് വളരെ മര്യാദയുടെ സ്വരത്തിൽ സൗണ്ടിൽ നമുക്ക് അവിടെ പറയാം. പിന്നെ അതുപോലെ തന്നെ അവരോട് വലിയ ട്രസ്റ്റോട് കൂടി നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ സമയമെടുത്ത് നമ്മൾ വെറുതെ റഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരിച്ചിരി തിരക്കിട്ടാലും അവർ തിരക്കിടുവാണെങ്കിൽ നമുക്ക് മറ്റൊരു സമയത്താക്കാമെന്ന് പറയാം. ബി ഓപ്പൺ ടു ക്രിയേറ്റീവ് സൊല്യൂഷൻസ്. നമുക്കെപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുകൊണ്ട് അതിന് സജസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം. പിന്നെ നമ്മളെപ്പോഴും ആ നെഗോസിയേഷൻ പ്ലാൻ ചെയ്യണം. സ്ട്രാറ്റജി തന്നെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അവരിന്ന പറയുമ്പോൾ നമ്മൾ ഇന്നത് പറയും, ഇന്നത് പറയുമ്പോൾ നമ്മൾ ഇന്നത് പറയും എന്നത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഈ പ്രാക്ടീസ് ഇല്ലാതെ നമ്മളത് പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കലും പോകരുത്. പിന്നെ നമുക്ക് എപ്പോഴും നോൺ നെഗോഷ്യബിൾ എന്നവർ പറഞ്ഞാൽ, അപ്പോൾ അവർ വീണ്ടും നമുക്ക് അവിടെ നിന്ന് ഈ നോൺ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് നമുക്ക് നെഗോഷ്യബിളാണ്. ഐ റിപ്പീറ്റ്, എൻ്റെ ഈ സ്ഥലത്തിന് 1 കോടി രൂപയാണ്, ഈ വീടിന്, ഫ്ലാറ്റിന്. ഇത് നോൺ നെഗോഷ്യബിളാണ്. ഇതാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ വാക്ക് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നമുക്ക് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, ഐ എം സോറി ടു ആസ്ക് യു, ഞങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞങ്ങളുടെ വാല്യൂവർ കണ്ട അല്ലെങ്കിൽ ബാങ്ക് കണ്ട വലിയൊരു ചെറിയ വ്യത്യാസമുണ്ട്, സ്ലൈറ്റായിട്ട് നെഗോഷ്യബിൾ ആണോ ചോദിക്കാമല്ലോ. അപ്പോൾ അവർ ചെറുതായിട്ട് മാറും. അപ്പോൾ അത് നെഗോഷ്യബിൾ എന്നുള്ളത് മാറി. പിന്നെ വേറെ ഒരു കാര്യം എപ്പോഴും ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, അതിങ്ങനെ മനസ്സിലെപ്പോഴും എവരിതിങ് ഈസ് നെഗോഷ്യബിൾ. എവരിതിങ് ഈസ് നെഗോഷ്യബിൾ. ആൻഡ് മറ്റൊരു കാര്യം, ഇത് നമുക്ക് മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോകാം. എവരിതിങ് ഈസ് നെഗോഷ്യബിൾ. മറ്റൊരു കാര്യം, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു, എന്നാലും മതിയായ റീസൺ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സാഹചര്യങ്ങൾ മാറി, സിറ്റുവേഷൻസ് മാറി. അതുകൊണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോപ്പർട്ടി അതൊരു പർട്ടിക്കുലർ 3 മാസത്തെ സമയം പറഞ്ഞു 1 crore നമ്മൾ അഡ്വാൻസ് കൊടുത്തു. പക്ഷേ ഈ പ്രോപ്പർട്ടിക്കെതിരെ ഒരു ലീഗൽ നോട്ടീസോ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ട്. ആ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പൈസ തരേണ്ട ആൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആയിപ്പോയി, നമുക്ക് പൈസ കറക്റ്റ് കിട്ടേണ്ടതാണ്, ഹോസ്പിറ്റലൈസ് ആയി. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ആളോട് പറയാം, അയാളൊരു സീരിയസ് ഇഞ്ചുറി പറ്റി ഹോസ്പിറ്റലായിപ്പോയി, അയാൾ എന്താണേലും അയാളൊരു 4 ആഴ്ചയെങ്കിലും കഴിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പം ഇതുകൊണ്ടാണ് എനിക്ക് കാര്യം, അതുകൊണ്ട് എനിക്ക് 2 മാസം കൂടെ തരണം. നമുക്കതവിടെ അതും നെഗോഷ്യബിളാണ്. ഇപ്പം നമ്മൾ കാശ് കൊടുത്തു, കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെഗോഷ്യബിൾ. നെഗോസിയേഷൻ ഈസ് നെവർ എൻഡിങ്. നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാശ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്തു തരുമോ പ്ലീസ് എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ഉള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും. ഫോക്കസ് ഓൺ വിൻ വിൻ. എപ്പോഴും ഗുഡ് വിൽ. നമ്മൾ അവരെ പറ്റിക്കാനല്ല, അവർക്കും നമുക്കും ബെനിഫിറ്റ് കിട്ടിക്കൊണ്ട് ആ ഡീൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം തുറന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല 1 മാസം തരാൻ പറ്റൂല, വേണേൽ ഒരു 15 ദിവസം കൂടെ എക്സ്ട്രാ തരാം. അപ്പോൾ നമ്മൾ പറയുവാണ്, അയാൾ ഹോസ്പിറ്റലായപ്പോൾ അയാൾക്ക് ബോധമില്ല, മക്കൾക്കാണ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ ഈ 1 മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഉറപ്പില്ല, പക്ഷേ ഐ റിയലി വോണ്ട് ടു ഫിനിഷ് ദ ഡീൽ.
അപ്പം എനിക്ക് 1 മാസമാണോ വേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ബോധം വന്നു കഴിഞ്ഞ് അവിടെ പോയി പറയാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ പ്രതീക്ഷ ഇരിക്കുന്നത് മിക്കവാറും 1 മാസം കൊണ്ട് തീരും എന്ന് തന്നെയാണ്. സോ ഇറ്റ് ഈസ് നെഗോഷ്യബിൾ. നമ്മളവിടെ ചെന്ന് ഈ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീസ് എഗെയിൻ സീരിയസ്, സംസാരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വീണ്ടും വന്ന് പറയാം എഗെയിൻ ഹീസ് വെരി സീരിയസ്. അപ്പം അദ്ദേഹത്തിന് പകരം മരുമകനെയോ മകനെയോ ഒക്കെ ഏൽപ്പിച്ച് വിടുന്ന വരത്തേക്ക് നമുക്ക് അപ്പം 3 മാസം എടുത്തു, അതും അവിടെ പറയാം. സോ ദാറ്റ് ഈസ് ഓൾസോ നെഗോഷ്യബിൾ. അപ്പം ഒരിക്കൽ പറഞ്ഞ് നമ്മൾ തീർത്തു എന്നും പറഞ്ഞ് നെഗോസിയേഷൻ തീർന്നു എന്ന് വിചാരിക്കരുത്. എവരിതിങ് ഈസ് നെഗോഷ്യബിൾ. ഡീല് നടത്തി ക്യാഷ് കൊടുത്താൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷേ ആ ബന്ധം നിലനിർത്തി പോകണം. പിന്നെ അഡാപ്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മളൊരു പാർട്ട്നേഴ്സ് ആണെന്നുള്ള രീതിയിൽ തന്നെ വേണം അവരുമായിട്ട് പോകാനായിട്ട്. ആൻഡ് ബി അനലറ്റിക്കൽ. നമുക്കെപ്പോഴും അവരുടെ ഇമോഷൻസിനെ സെപ്പറേറ്റ് ചെയ്ത് ലോജിക്കലി സെപ്പറേറ്റ് ചെയ്ത് ആ ഇമോഷൻസ് തീരാൻ പറ്റുന്ന രീതിയിൽ പറയണം. പിന്നെ അവർ പറയുന്ന പല കാര്യത്തിലും നമ്മൾ സ്കെപ്റ്റിസിസം വെക്കണം. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അവർ പറയുന്നത് ഇത് ലാൻഡ് 2 ഏക്കറാണ് ലാൻഡ്, ചിലപ്പോൾ 2 ഏക്കർ കാണത്തില്ല, 1.25 ഏക്കറേ കാണത്തുള്ളൂ. അവർ പറയുന്ന ഒരു കേസും പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. നമ്മളവിടെ മതിൽ കെട്ടുകയോ വേലി കെട്ടുകയോ ചെയ്യുമ്പോഴായിരിക്കും അടുത്ത ആൾക്കാർ പ്രശ്നം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് മൊബൈലിൽ എടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് പ്രയോറിറ്റൈസ് തോട്ട്ഫുൾനെസ്, വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് റിസർച്ച് ചെയ്ത് മൈൻഡ് അപ്ലൈ ചെയ്ത്, പിന്നെ എപ്പോഴും നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം. നമുക്ക് വരാവുന്ന കാര്യങ്ങളൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ മുമ്പേ പറഞ്ഞ് നമുക്ക് വരാവുന്നൊരു പ്രശ്നം അവർക്കും പ്രശ്നങ്ങൾ വരാം. പിന്നെ ചില സമയത്ത് നമ്മൾ പറഞ്ഞതിന് ശേഷം പ്രാക്ടീസ് സൈലൻസ്. അവർ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും നമ്മൾ സൈലൻ്റായിട്ട് മിണ്ടാതിരിക്കണം. പിന്നെ നമ്മൾ പല നെഗോസിയേഷൻ സ്റ്റൈലുകളുണ്ട്. നമ്മൾ അഡ്വാൻസ് ക്ലാസ്സസിനകത്ത് നിങ്ങൾ കോഴ്സിൽ വരുമ്പം നിങ്ങൾ ഇതിലും കൂടുതൽ പഠിക്കും. അപ്പം പല സ്റ്റൈലിലുള്ള വിവിധങ്ങളായ നെഗോസിയേഷൻ സ്റ്റൈൽ. പിന്നെ അവരുടെ 6 പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിൻ്റെ ആ പേഴ്സണാലിറ്റി നോക്കിയിട്ട് നമ്മൾ പറയുന്ന രീതിയുണ്ട്. പേഴ്സണാലിറ്റി സംസാരത്തിനിടയ്ക്ക് നമുക്ക് ഏത് പേഴ്സണാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം NLP ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് തന്നെ കൊള്ളുന്ന, അപ്പോൾ അവരുടെ നെഗോസിയേഷൻ സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം. ചിലത് ഫ്ലിപ്പ് ക്വസ്റ്റ്യൻസ്, ചിലത് അവർക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ അത് തന്നെ വലിയ ബെനിഫിറ്റാക്കി മാറ്റും. പിന്നെ ഹാൻഡിൽ നെവർ എൻഡിങ് ഡിമാൻഡ്. നമ്മൾ 2-3 ഡിമാൻഡ് അങ്ങ് അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം. പിന്നെ എൻഗേജ് ഇൻ റിയൽ കോൺവെർസേഷൻസ്, നമുക്ക് അതിലോട്ട്. പിന്നെ കൾട്ടിവേറ്റിംഗ് ക്യൂരിയോസിറ്റി, അവരിൽ വീണ്ടും വീണ്ടും ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട്. പിന്നെ യൂട്ടിലൈസിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്. അപ്പം നിങ്ങൾ NLPക്കകത്ത് വരുമ്പോൾ മൈൻഡ് റീഡിങ് പഠിക്കുക. നമുക്ക് ഭയങ്കര സുഖമാണ് നമുക്ക് ഈ നെഗോസിയേഷൻ ഇരിക്കുമ്പോഴത്തേക്കും. എംഫസൈസ് ഫെയർനെസ്. നമുക്കെപ്പോഴും ഡീൽസ് എപ്പോഴും നെഗോസിയേഷനിൽ വളരെ ഫെയർ ആയിട്ട് എത്തിക്കലി സ്ട്രോങ് ആയിരിക്കണം. ഇനി നമുക്ക് ഒരു നോ പെട്ടെന്ന് എടുക്കാനായിട്ട് ക്വിക്കായിട്ട് അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗാർഡഡ് ആയിരിക്കണം. അതിന് കുറച്ച് ടെക്നിക്സ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എടുക്കത്തില്ല എന്നുള്ളത്. പിന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ തറവായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ചില സൈലൻസ് നമ്മൾ എടുക്കുന്നത് സ്ട്രാറ്റജിക്കലിയാണ് നമ്മൾ സൈലൻറ്റ്. അതവിടെ കൊടുത്താലാണ് അവരുടെ ആ മൈൻഡ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലത് നമ്മൾ ഗിഫ്റ്റിംഗ് കൊടുക്കും. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരു അപ്രോപ്രിയേറ്റ് ഗിഫ്റ്റ് എന്തെങ്കിലും അല്ല. ഇനി നോ വെൻ ടു വാക്ക് അവേ. ചില കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ വിട്ടു പോകണം. അത് ഏത് സമയത്താണ് നമ്മൾ കൃത്യമായിട്ട് അറിയണം. പിന്നെ അത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് നമുക്ക് വാക്ക് അവേ വെക്കാം. പിന്നെ ഫൈൻഡ് ദ ബ്ലാക്ക് സ്വാൻ. അപ്പോൾ അവിടെ നമ്മൾ വളരെ ഡിസ്കവർ ദ യൂണീക്ക് അൺഎക്സ്പെക്റ്റഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ അതർ പാർട്ടി. ആൻഡ് അത് നമുക്ക് ബിൽഡിങ് എ ഡീപ്പർ കണക്ഷൻ ഫോർ സക്സസ്ഫുൾ നെഗോസിയേഷൻ. അവരുടെ തം സ്ക്രൂ ഇല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ എസ്റ്റാബ്ലിഷ് നോൺ ആൻഡ് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറൻസസ് ആൻഡ് ഡിഫറൻഷിയേറ്റ്, അത് വളരെ ഉപകാരമായിരിക്കും. സീക്ക് മ്യൂച്വൽ സക്സസ്, എപ്പോഴും വിൻ വിന്നിൻ്റെ ഇതായിട്ട്. പിന്നെ നമുക്ക് യൂട്ടിലൈസ് ദ പെയർ നെഗോസിയേഷൻ ടാക്ടിക്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ഡിമാൻഡ് സ്ട്രാറ്റജിക്കലി അവിടുന്ന് വരാവുന്ന ഒന്നിന് പുറകെ ഒന്നായിട്ട് വരാവുന്ന എൻകറേജ് ഡയലോഗ്, വളരെ ഓണസ്റ്റായിട്ട് ഓപ്പൺ കോൺവെർസേഷനിലൂടെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആ പ്രോസസ്സ് അങ്ങ് വളരെ ക്യൂരിയസ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അത് വളരെ രസകരമാണ്. നമ്മൾ ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജി ഇങ്ങനെ വിജയിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും. ഒരു യുദ്ധം ജയിച്ച സംതൃപ്തിയൊക്കെ ചിലപ്പോൾ വരും നമുക്ക്.
ആൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വാട്ട് ആൻഡ് ഹൗ എന്നുള്ളതാണ് എപ്പോഴും. എന്താണ് തീരേണ്ടത്. പിന്നെ നമുക്ക് ചില വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂ ഒക്കെ എടുത്തിട്ട് ലെവറേജ് ചെയ്ത് അതിൽ കൂടെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ നെഗോസിയേഷനെ കുറിച്ച് ഇപ്പോൾ ഇത് നമ്മുടെ മറ്റു കോഴ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് NLP സെയിൽസ് മാസ്റ്ററിലും മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബില്യണയർ മൈൻഡ് സെറ്റിൻ്റെ ചില കോഴ്സിനകത്തൊക്കെ ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്കത് വളരെ ആഴത്തിൽ പഠിച്ച് ഒരുപാട് സക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം നടത്തുന്ന നെഗോസിയേഷനിലെല്ലാം നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.